മിഥുൻ 14 ദിവസത്തെ SIT കസ്റ്റഡി, ഇനി കൃത്യമായ തെളിവെടുപ്പും പരിശോധനയും വിശദമായ ചോദ്യം ചെയ്യലും, ഇതിൽ ചുരുളഴിയേണ്ടത്, മറനീക്കി പുറത്തു വരേണ്ടത് ഇതിൽ പങ്കാളികളായവരുടെ സ്വാധീനത്തെ കുറിച്ചാണ്. ആരെല്ലാമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് ഈ വലിയ സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നടത്തിയത് എന്നറിയേണ്ടതിലേക്ക് പോകുന്നു. അതുമാത്രമല്ല, തട്ടിയെടുത്ത സ്വർണം ആരിലേക്കൊക്കെയാണ് കൈമാറിയത്, എങ്ങനെയാണ് ഇത് കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളതിലേക്കും, ഇതിൽ ആരൊക്കെയാണ് ഒത്താശ ചെയ്തത് എന്നതിലേക്കും അന്വേഷണം എത്തേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ തന്നെയാകുമോ ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിലെയും അതുപോലെ തന്നെ മന്ത്രിസഭയിലെയും പലരെയും വിറപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് കോടതിയിൽ നിന്നിറങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. തന്നെ കുടുക്കിയതാണെന്ന് മറ്റുള്ളവരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. അതായത് ഒരുപക്ഷെ തൻ്റെ കൂട്ടുപ്രതികളെ വിളിച്ചു പറയാൻ സജ്ജമാണ് എന്നുള്ള ഒരു സൂചനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന തരത്തിൽ സസ്പെൻഷൻ നടപടിയടക്കം നേരിട്ടിരിക്കുന്നത് മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള പേരുകളിലേക്ക് കൂടി എത്താനുള്ള സാധ്യത തുറന്നുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇപ്പോൾ നടപടി നേരിട്ടുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പുറമെ ഇതിന് പിന്നിൽ വലിയ മീനുകൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള സൂചന ഇതോടെ കൂടി സുദൃഢമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനമായും. നമുക്കറിയാം, മുൻ ദേവസ്വം പ്രസിഡന്റുമാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതോടൊപ്പം തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പുറമെ ഈ പ്രതിയുടേതടക്കമുള്ള മൊഴികൾ ഇതിന് സാധൂകരിക്കുന്ന തരത്തിൽ ലഭ്യമാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങളിലേക്ക് നീങ്ങും. ഇതുവരെ പലരും തങ്ങളുടെ കാലത്തല്ല ഈ തട്ടിപ്പ് നടന്നതെന്നും തങ്ങൾക്ക് പങ്കില്ല എന്നും മറുവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. പക്ഷേ ഇപ്പോൾ കോടതിക്കകത്ത് നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഇക്കാലയളവിലെല്ലാം എല്ലാ ആരോപണങ്ങളെയും നിഷേധിച്ച പോറ്റി പക്ഷേ ഇത്തവണ തനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തിയതിലൂടെ കൂടുതൽ പേരുകൾ വെളിപ്പെടാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത്. ഇപ്പോൾ മുരാരി ബാബുവിനെ NSS തൻ്റെ സ്ഥാനത്ത് നിന്ന്, അതായത് NSSൻ്റെ പെരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു കഴിഞ്ഞു. അത് നിർബന്ധിത രാജിയിലേക്ക് എത്തിയിരിക്കുകയാണ്. NSS നേതൃത്വം ഇത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ നീങ്ങുമെന്നുള്ള സൂചനയെ തുടർന്നാണ് മുരാരി ബാബുവിനെ കൊണ്ട് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് തുടർ അറസ്റ്റുകൾ തുറന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചു കഴിഞ്ഞു. 2 കിലോ സ്വർണ്ണം ഇയാൾ കൈപ്പറ്റിയെന്നടക്കമുള്ള തട്ടിയെടുത്തതിനടക്കമുള്ള വിവരങ്ങൾ ഇതോടകം പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്വർണം പലർക്കായി വീതിച്ചു നൽകി എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആർക്കൊക്കെ വീതിച്ചു നൽകിയെന്നടക്കമുള്ള വിവരങ്ങൾ ഇതോടകം തന്നെ പോലീസിനുണ്ടാകും. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മറ്റുള്ളവരിലേക്ക് കൂടി അതിവേഗം അന്വേഷണ സംഘം എത്തുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ദിവസം ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടന്ന ദിവസമാണ്. കോടതിയിൽ അടച്ചിട്ട മുറിയിൽ തന്നെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. അതിനർത്ഥം കൃത്യമായിട്ടുള്ള വലിയ മീനുകളിലേക്ക് പോകാനുള്ള ഇതിന് പിന്നിലെ വലിയ ഗൂഢാലോചനയിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഇതോടകം തന്നെ ഈ അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാകുമെന്നുള്ള കാര്യത്തിലുള്ള ആശങ്കകൾ BJP അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് ഇത്തരത്തിൽ അന്വേഷിക്കുമ്പോൾ അത് എത്രത്തോളം കാര്യക്ഷമമാകും, അല്ലെങ്കിൽ ഈ ഒരു മൊഴികൾ മാറ്റപ്പെടാനും അതുപോലെ തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ്. അത്തരത്തിൽ എന്തായാലും ഈ അന്വേഷണ സംഘം തുടർന്നുള്ള നടപടികൾ എത്രത്തോളം കാര്യക്ഷമമായി എടുക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഈ കേസിൻ്റെ വസ്തുതകളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുക, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങുന്ന തരത്തിലേക്ക് പോകും. എന്തായാലും കണ്ടറിയണം. അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചു എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ ഇപ്പോഴൊരു നിലപാടെടുത്തു കഴിഞ്ഞു. ആ വഞ്ചിച്ചതിന് കൃത്യമായിട്ടുള്ള അവർക്ക് പ്രതിഫലം ലഭിക്കണം, അവർക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കണം. അതിനെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകണം, കൂടുതൽ പ്രതികളിലേക്ക് എത്തണം, തെളിവുകൾ തൊണ്ടി മുതലുകൾ കണ്ടെത്തണം, അയ്യന്റെ സ്വർണം തിരിച്ച് സന്നിധാനത്ത് തന്നെ എത്തണം.